രമേശ് ചെന്നിത്തല സംസാരിക്കുകയാണ്. അതിലേക്ക് The state police complaint authority within a period of 60 days. ബാക്കി കാര്യങ്ങൾ താഴെ പറയുന്നു. 60 ദിവസത്തിനുള്ളിൽ ചീഫ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറെ നിയമിക്കണം എന്ന ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായിട്ടുള്ള ഹൈക്കോടതി ബെഞ്ചിന്റെ ഉത്തരവാണ്. ആ ഉത്തരവ് പ്രകാരമാണ് 3/3/2016 ഞങ്ങൾ ആ ഉത്തരവ് ഇറക്കിയത്. ഈ ഉത്തരവ് അതിനുശേഷം പുതിയ ഗവൺമെന്റ് വന്ന ശേഷം ഇവര് ഈ ഉത്തരവ് വേണ്ട എന്ന് വെച്ചു. അതവർ പറഞ്ഞത് രസകരമായ കാര്യമാണ്. (25/5/2020) അവർ പറഞ്ഞത് ഗവൺമെന്റ് ഹാസ് ഇൻ എ റെസിപ്റ്റ് ഓഫ് ദ ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ചീഫ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ സാങ്ഷൻഡ് ബൈ ദ ഗവൺമെന്റ്, earlier government. On further examination, government intended to rethink the necessity of a post of a chief investigation officer in the authority. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അടങ്ങുന്ന ബെഞ്ച് 2 മാസത്തിനുള്ളിൽ ഒരു ചീഫ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറെ പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയിൽ നിയമിക്കണം. അത് പബ്ലിക്കിന്റെ ഇൻട്രസ്റ്റ് ആണ്. പോലീസുകാരല്ലാത്ത ഒരാൾ ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടിട്ട് പുതിയ ഗവൺമെന്റ് വന്നപ്പോൾ അത് വേണ്ട എന്ന് വെച്ചവരാണ് ഇവർ. അത് നമ്മളത് ആഗ്രഹിച്ചത് എന്തുകൊണ്ടാണ്? ഈ പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി ഒരു സ്വതന്ത്ര ഇൻവെസ്റ്റിഗേറ്ററായി മാറണം എന്നുള്ള അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ചരിത്രത്തിൽ ആദ്യമായി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ് നമ്മൾ അന്ന് എടുത്തത്. പോലീസുമായി ബന്ധപ്പെട്ട പരാതിയിൽ പോലീസ് സേനയ്ക്ക് പുറത്തുള്ള ഒരാളിനെ കൂടി നിയമിച്ചാൽ നീതി ഉറപ്പുവരുത്തും എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അന്ന് പാറശാലയിൽ ശ്രീജീവ് എന്ന ഒരു ചെറുപ്പക്കാരൻ്റെ കസ്റ്റഡി മരണം പോലീസിൻ്റെ അനാസ്ഥ കൊണ്ടാണെന്ന് കണ്ടെത്തി കമ്മീഷന്റെ ശുപാർശ പ്രകാരം 10 ലക്ഷം രൂപ അന്നത്തെ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് അവർക്ക് നൽകിയുണ്ടായി. അപ്പോൾ ഈ ഗവൺമെന്റ് വന്ന ശേഷം 16 കസ്റ്റഡി മരണങ്ങളാണ് ഇവിടെ ഉണ്ടായത്. അദ്ദേഹം അതിനെപ്പറ്റി ഒന്നും മിണ്ടിയില്ല. 16 കസ്റ്റഡി മരണങ്ങൾ പിണറായി വിജയൻ 9 വർഷക്കാലത്തെ ഭരണത്തിനിടയിൽ ഉണ്ടായി. ഈ കസ്റ്റഡി മരണങ്ങളിൽ ഒന്നിൽ പോലും ഉമ്മൻചാണ്ടി ഗവൺമെന്റ് സ്വീകരിച്ച നടപടി പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി സ്വീകരിച്ചിട്ടില്ല. ഇരകൾക്ക് നീതി കിട്ടിയിട്ടില്ല. അതോടൊപ്പം തന്നെ പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി ഒരു നോക്കുകുത്തിയായി ഇന്ന് കേരളത്തിൽ മാറിയിരിക്കുകയാണ്. ഈ വിഷയത്തിൽ സമർപ്പിച്ച പൊതുതാൽപര്യ ഹർജിയിൽ പോലീസിൽ നിന്നല്ലാതെ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനെ അടിയന്തരമായി നിയമിക്കാൻ കോടതി വിധി ഉണ്ടെങ്കിലും അത് വേണ്ട, അപ്രായോഗികമായ നിർദ്ദേശമാണ് എന്ന് പറഞ്ഞ് കോടതിയെ പോലും കബളിപ്പിക്കുകയാണ് ഇവർ ചെയ്തത്. ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ബ്രിട്ടീഷുകാരുടെ ഭരണകാലം മുതലുള്ള പോലീസ് നയത്തെപ്പറ്റിയാണ് സംസാരിച്ചത്. 4 മാവോയിസ്റ്റുകളെ വെടിവെച്ചു കൊന്ന മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. 4 പേരെ. ഞാൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്താണ് അന്ന് മാവോയിസ്റ്റുകളെ കോയമ്പത്തൂരിൽ വെച്ച് കേരള പോലീസ് തമിഴ്നാട് ആന്ധ്ര പോലീസിന്റെ സഹായത്തോടെ പിടികൂടി അവരെ ഇന്ന് തൃശ്ശൂരിലെ അതിസുരക്ഷാ ജയിലിൽ പാർപ്പിച്ചിരിക്കുന്നത്. അവരുടെ പേര് നിങ്ങൾക്കൊക്കെ അറിയാം, ഞാൻ പറയുന്നില്ല. ഞങ്ങളുടെ ഭരണകാലത്ത് ഒരു മാവോയിസ്റ്റുകളെയും ഞങ്ങൾ വെടിവെച്ചു കൊന്നിട്ടില്ല. ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ഭരിക്കുന്ന കേരളത്തിൽ 4 പേരെയാണ് പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ചു കൊന്നത്. 4 മാവോയിസ്റ്റുകളെ. ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ആണോ ഇത്? അന്തരിച്ചുപോയ കാനൻ രാജേന്ദ്രൻ ശക്തമായ പ്രതിഷേധം ഈ കാര്യത്തിൽ രേഖപ്പെടുത്തിയ ഞാൻ ഓർക്കുകയാണ്. രമേശ് ചെന്നിത്തല പോലീസ് നയങ്ങളിലും മറ്റു കാര്യങ്ങളിലുമുള്ള നിലപാട് പറഞ്ഞു വെക്കുകയായിരുന്നു. മാത്രമല്ല മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയുള്ള ആരോപണങ്ങൾ കൂടി ഉന്നയിക്കുകയാണ് അദ്ദേഹം.